മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിനെല്ലാം നമ്മൾ പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇവിടെയൊക്കെ പൈത്തൺ എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആയിരിക്കുന്നത്? ഇവിടെ എങ്ങനെയാണ് ഇപ്പോൾ നമുക്കറിയാം എ ഐ ക്യാമറയും മൊബൈൽ ക്യാമറയിൽ വരെ എ ഐ ഉള്ള ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ക്യാമറ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ വിഷനുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഒരു കമ്പ്യൂട്ടർ അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള ഡേറ്റ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ യൂസ് ചെയ്യുന്നു. ആ ക്യാമറ യൂസ് ചെയ്തതിന് ശേഷം ആ ഒരു ഡേറ്റ യൂസ് ചെയ്തിട്ട് ആ ഒരു പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഇൻസൈറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ഇതാണ് കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പം എങ്ങനെയാണ് നമുക്കൊരു ക്യാമറ പൈത്തൺ യൂസ് ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്? അപ്പം ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ക്യാമറ പൈത്തൺ യൂസ് ചെയ്തിട്ട് പൈത്തൺ സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ടൊരു 5-6 ലൈൻ കോഡിൽ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട മൊഡ്യൂൾ എന്ന് പറയുന്നത് ഓപ്പൺ സി വി ആണ്. ഓപ്പൺ സി വി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് VS കോഡ് എടുക്കുക, ടെർമിനലിൽ പിപ്പ് ഇൻസ്റ്റാൾ ഓപ്പൺ സി വി -പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓപ്പൺ സി വി നമ്മുടെ VS കോഡിനകത്ത് ഇൻസ്റ്റാൾ ആവും. അപ്പം ഇത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഓപ്പൺ സി വി -പൈത്തൺ എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് CV2 എന്നാണ്. അപ്പോൾ CV2 എന്ന് പറയുന്ന ലൈബ്രറി നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു, ഇമ്പോർട്ട് CV2. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു വീഡിയോ, അതായത് നമ്മുടെ ക്യാമറ വഴി നമ്മുടെ വീഡിയോ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് VID എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിലേക്ക്, ഒരു വേരിയബിളിലോട്ട് നമ്മൾ CV2.video capture of 1. എന്താണ് ഈ 1 എന്ന് പറയുന്നത്? നമ്മൾ ഇൻറ്റേർണൽ ക്യാമറയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 0യും, എക്സ്റ്റേണൽ ക്യാമറയാണ് വെബ് ക്യാമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1ഉം, ഇനി IP ക്യാമറയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അതിൻ്റെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് ഡേറ്റ നമുക്ക് ലഭിക്കും. ഇനി വൈൽ ട്രൂ, ദിസ് ഈസ് എൻ ഇൻഫൈനൈറ്റ് ലൂപ്പ്. ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പിലിട്ടിട്ട് നമ്മൾ വീഡിയോ ക്യാപ്ചർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? RET ആൻഡ് ഫ്രെയിം VID.read. അപ്പോൾ ഇത് ചെയ്യുന്നത് RET എന്ന് പറയുന്നത്, RET എന്ന് പറയുന്നത് ഒരു ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, ഒരു ബൂലിയൻ വാല്യൂ ആണ് അവിടെ റെറ്റിനകത്ത് സേവ് ചെയ്യാം. അപ്പം ഇത് ട്രൂ ആവുന്ന എപ്പോഴാണ്? കറക്റ്റായിട്ട് ഫ്രെയിം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. ഫ്രെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വീഡിയോൻ്റെ ഒരു സെക്കൻഡിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സമയത്തിനകത്തുള്ള ആ ഒരു ഇമേജ് തന്നെയാണ്. അപ്പം അങ്ങനെ ഫ്രെയിം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ട്രൂവും അല്ലെങ്കിൽ ഫോൾസുമാണ് കിട്ടുക. ഫ്രെയിം എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ സമയത്തുള്ള ആ ഒരു നമ്മുടെ വീഡിയോൻ്റെ ആ ഒരു സ്ലൈസ് ആണ്. ഓക്കെ, അപ്പം ഇത് റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വീഡിയോ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു സിസ്റ്റം. ആൻഡ് അതിനുശേഷം CV2.im show of frame, ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടിങ് ആയിട്ടുള്ള ഫ്രെയിം നമുക്ക് എടുത്ത, അതായത് ക്യാമറ വഴി ക്യാപ്ചർ ചെയ്ത ഫ്രെയിം നമുക്ക് കാണിച്ചു തരികയാണ്. ഇനി അടുത്തൊരു കോഡ് നോക്കിക്കഴിഞ്ഞാൽ CV2.waitkey of 1. ആൻഡ് ആ ഒരു കോഡ് എന്തിനാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എപ്പോഴാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ക്യാമറ ക്യാപ്ചർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എപ്പോഴാണ് പുറത്തിറക്കുന്നത്? ആ Q എന്ന് പറയുന്ന ബട്ടൺ നമ്മുടെ കീബോർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ASCII വാല്യൂ ആയിട്ട് മാച്ച് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് എക്സിറ്റ് ആകുന്നു. ഓക്കെ, അപ്പം അങ്ങനെ മാത്രമാണ് നമുക്ക് ഈ ഒരു ക്യാമറ ക്യാപ്ചറിങ്ങിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ടെർമിനലിൽ കില്ല് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ VID.release, അതേപോലെ തന്നെ ഡിസ്ട്രോയ് ഓൾ വിൻഡോസ്. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ Q അമർത്തി കഴിഞ്ഞാൽ മാത്രം നമ്മൾ എക്സിറ്റ് ആവുന്നു. അതുവരെ നമ്മൾ വീഡിയോ ക്യാപ്ചർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, ഇനി നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. PY സ്പേസ് cam1.py അല്ലേ? അപ്പം ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ക്യാമറ ഓൺ ആവുന്നത് കാണാം. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മുടെ ക്യാമറ ഓണായി. അപ്പോൾ ഇനി Q എന്ന് പറയുന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ഓഫ് ആവും. അപ്പം ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ വിഷൻ യൂസിങ് പൈത്തൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാമറ ആക്സസ് ചെയ്തു. ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ആ ഫ്രെയിം നമുക്ക് കിട്ടി. ആ ഫ്രെയിമിനകത്ത് എന്തൊക്കെ ഒബ്ജക്ട്സ് ഉണ്ട് നോക്കാം. മെഷീൻ ലേണിംഗ് നമുക്ക് കോക്കോ എന്ന് പറയുന്ന ഒരു വലിയ ഡാറ്റാ സെറ്റ് ഉണ്ട്. ഒരു 8 GB വരുന്ന ഇമേജസിൻ്റെ ഡാറ്റാ സെറ്റ്. അതിനകത്ത് ട്രെയിൻ ചെയ്തുള്ള മോഡലുകളുണ്ട്. യു ഓൺലി ലുക്ക് വൺസ് പോലെ മോഡലുകളുണ്ട്. അതിനകത്തുനിന്ന് നമ്മുടെ ആ ഫ്രെയിമിനകത്ത് എന്തൊക്കെ ഒബ്ജക്റ്റ് ഉണ്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. അതിനകത്ത് ഫേസസ് ഉണ്ടെങ്കിൽ ഫേസ് എൻകോഡിങ്സ് വെച്ച് അത് മാച്ച് ചെയ്ത് ആരാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അതിനകത്ത് ഫയർ വന്നു കഴിഞ്ഞാൽ ഫയർ അലാറം സെറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനായിട്ട് കഴിയും. അപ്പം
കമ്പ്യൂട്ടർ വിഷൻ്റെ ഒരു ബേസിക്സ് ആണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തത്. അപ്പം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫർദർ പ്രോജക്റ്റുകളിൽ നിങ്ങളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുവഴി ഫ്രെയിം ക്യാപ്ചർ ചെയ്തതിന് ശേഷം ഇതിനെ ഫർദർ എക്സ്റ്റെൻഡ് ചെയ്ത് പുതിയ പ്രോജക്റ്റുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. താങ്ക് യു.